ഇന്ന് താൻ ഏതാ കഥ പറയണ? കഥയ മാമ. ഇന്ന് താൻ ആ സീസൺ എന്നുള്ള സിനിമ കണ്ടിട്ടില്ലല്ലോ. 89 ഇറങ്ങിയ മോഹൻലാലിൻ്റെ സിനിമയാണ് പത്മരാജൻ ഡയറക്റ്റ് ചെയ്തത്. അതിൻ്റെ എൻറ്റയർ സെറ്റിങ് ഈ കോവളത്തെ ടൂറിസമൊക്കെ ബേസ് ചെയ്തിട്ടാണ്. ഇപ്പോഴും ആ കഥയ്ക്കൊരു വാലിഡിറ്റി ഉണ്ടെന്ന് തോന്നുന്നു നമുക്ക്. അപ്പോൾ സിനിമയുടെ സ്റ്റാർട്ടിങ്ങിന് പക്ഷെ അങ്ങനെയൊന്നുമല്ല. മോഹൻലാൽ ഇങ്ങനെ ജയിലിലേക്ക് വരികയാണ്. ജയിലിലേക്ക് വരികയാണ്. അപ്പോൾ അയാളിങ്ങനെ അവിടെ വരുന്ന സമയത്ത് അയാൾ നരേറ്റ് ചെയ്തിട്ടാണ്. സിനിമയുടെ കുറേ ഭാഗം മോഹൻലാൽ സ്വയം നരേറ്റ് ചെയ്യണ പോലെയാണ്. അപ്പോൾ അയാൾ പറയുകയാണ്, ഞാനിങ്ങനെ വീണ്ടും ഇവിടേക്ക് തിരിച്ചു വരികയാണ്, പഴയൊരു വീട്ടിലേക്ക് തിരിച്ചു വരുന്ന പോലെയാണ്. ഇവിടെ പോലീസുകാർക്കൊക്കെ ഇയാൾ നല്ല പരിചയം. ഇയാളവിടെ കയറും. ഇയാളവിടെ കയറിയതിന് ശേഷം പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് ഇയാൾ അവിടെ ഒരു മാനുഫാക്ചറിങ് ഉണ്ട്. ഈ തടവുകാർ പല പണിയും ചെയ്യുമല്ലോ ജയിലിൽ. അപ്പോൾ അവിടെ ഉള്ളൊരു ഒരു വുഡ് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലത്ത് പോകുമ്പോൾ അവിടെ വെച്ചിട്ട് കാണുകയാണ് നമ്മുടെ ഗാവിൻ പക്കാട് എന്നുള്ള നടനുണ്ടല്ലോ, ഈ ആര്യൻ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഇംഗ്ലീഷുകാരൻ. അയാൾ ഫാബിയൻ എന്നുള്ള ഒരു ക്യാരക്ടറാണ്. അയാൾ ഇംഗ്ലീഷുകാരനാണ്. അയാൾ അവിടെ ഇങ്ങനെ എന്തോ പണിയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ മോഹൻലാലിനെ കാണുമ്പോൾ അയാൾ വളരെ സന്തോഷത്തോടെ അയാൾക്ക് വളരെ സന്തോഷത്തോടെ ചിരിച്ച് അവർ കൈയൊക്കെ കൊടുക്കും. അപ്പോൾ അയാൾ എൻ്റെ മോഹൻലാലിനോട് ഇങ്ങനെ പറയാം, നീ വന്നൂല്ല, യു കെയിം ബാക്ക് ഫോർ മീ. അതിൻ്റെ അയാൾ മലയാളം സംസാരിക്കും. അപ്പോൾ അയാൾ 5-8 മാസത്തിൽ അയാൾ മലയാളമൊക്കെ പഠിച്ചു എന്നും പറയുന്നുണ്ട്. അപ്പോൾ മോഹൻലാൽ പറഞ്ഞു, അതെ, ഞാൻ നിനക്ക് വേണ്ടിയിട്ട് തന്നെയാണ് വന്നത്, നീ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നത്. പൈസ റെഡിയാക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒക്ടോബറിന് മുമ്പ് ശരിയാക്കണം, എന്നാലേ നമ്മുടെ പരിപാടി നടക്കുള്ളൂ. അയാൾ നിനക്ക് എന്നെ രക്ഷിക്കാൻ പറ്റില്ല, ആ ഒക്ടോബറിൽ ഞാൻ നിന്നെ ഇവിടുന്ന് രക്ഷിക്കാം എന്ന് പറയും. ഒരു 8 മാസം മുമ്പ്, 5-8 മാസങ്ങൾക്ക് മുമ്പ് മോഹൻലാൽ ഓൾറെഡി ഒരു 7 കൊല്ലം തടവിലായിരുന്നു ഒരു ട്രിപ്പിൾ മർഡർ കേസിൽ. അതിൽ പക്ഷേ തെളിവൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അയാൾക്ക് വധശിക്ഷയൊന്നും കിട്ടിയില്ല. ആകെ ഒരു 7 കൊല്ലത്തെ തടവായിരുന്നു. അതും നല്ല നടപ്പ് കാരണം 5 കൊല്ലം കൊണ്ട് ഇയാളെ വിടാമെന്ന് തീരുമാനമായി. അങ്ങനെ ഇയാൾ ഓൾമോസ്റ്റ് റിലീസാവാൻ 1 മാസം ബാക്കിയുള്ള സമയത്ത് ഇയാൾ ജയിലിൽ നിന്ന് ഇങ്ങനെ പുറത്തിറങ്ങുമ്പോൾ അവിടെ എന്തോ ഭയങ്കര ബഹളം. നോക്കുമ്പോൾ ഈ ഫാബിയൻ ആരൊക്കെയോ സഹതടവുകാരെയൊക്കെ ഇടിച്ച് തള്ളണം. അപ്പോൾ അവിടുത്തെ സൂപ്രണ്ടോ ഇയാളൊരു പോലീസുകാരൻ മോഹൻലാലിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കും, ഈ ചങ്ങായിക്ക് 14 കൊല്ലത്തെ തടവ് കിട്ടി വന്നിരിക്കുകയാണ്. എന്താ ക്രൈം ചോദിക്കുമ്പോൾ അയാൾ ഒരുപാട് മയക്കുമരുന്ന് പറഞ്ഞാൽ ഹാർഡ് ഡ്രഗ്സ്, കൊക്കെയിനും ബ്രൗൺ ഷുഗറും എന്തൊക്കെയോ വളരെ ഹാർഡ് ഡ്രഗ്സും മെത്തൊക്കെ കിട്ടിയല്ല കഴിയുന്നത്. അത് കാരണം അയാൾക്ക് 14 കൊല്ലത്തെ തടവാണ് കിട്ടിയിരിക്കണം. അപ്പോൾ ഇന്നാണ് അയാൾ ജയിലിലെത്തിയത്. അതിൻ്റെ ഒരു അമർഷത്തിൽ അയാൾ ഇങ്ങനെ പെരുമാറുകയാണ്. അപ്പോൾ അങ്ങനെ മോഹൻലാൽ അയാളെ കാണും. എന്നിട്ട് അയാൾ അവിടുന്ന് പിടിച്ചുകൊണ്ടു. പിന്നീട് അവരവിടെ ഓരോ പണിയൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ അടുക്കളയിലും അവിടെ ഇവിടെയൊക്കെ പണി ചെയ്യുമ്പോൾ മോഹൻലാൽ അയാളായിട്ട് ഇങ്ങനെ കുറച്ച് അയാൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാവുന്നതുകൊണ്ട് കൂടിയാണ് അവർ തമ്മിലൊരു ചെറിയ സൗഹൃദം ഇങ്ങനെ ഉണ്ടാവുകയാണ്. അപ്പോൾ അവരെ വെച്ചിട്ട് ഒരു പണി നടക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ അയാൾ ഇങ്ങനെ മോഹൻലാലിന് പറയും, മാൻ, ഐ ആം സോ ജലസ് ഓഫ് യു, യു ആർ ഏബിൾ ടു ഗെറ്റ് ഔട്ട് ഓഫ് ഹിയർ. അപ്പോൾ എന്നെയും കൂടെ കൊണ്ടുപോകും ചോദിക്കുക. അങ്ങനെ ഭയങ്കര സാധുവായിട്ടാണ് ചോദിക്കുക. മോഹൻലാൽ പറയും, അത് ഇനിയിപ്പോൾ എന്തായാലും പറ്റില്ല, എനിക്കിനി ആകെ 2 ആഴ്ച കഴിഞ്ഞാൽ ഞാൻ പോവുകയാണ്. ബട്ട് ഞാൻ ഇവിടെ 5 കൊല്ലം തടവുള്ളിയായിട്ടുണ്ടായിരുന്നതാണ്, എനിക്ക് ഇവിടുത്തെ മുക്കും മൂലയായ. സോ ഞാൻ വിചാരിച്ചാൽ തന്നെ പുറത്തിറക്കാൻ പറ്റും, പക്ഷേ നീ എനിക്ക് പൈസ തരണം പറയും. ഈ പറഞ്ഞ് ഡീലൊക്കെ ആക്കുമെങ്കിലും ഈ ചങ്ങാതി ഇതിൻ്റെ ഇടയിൽ കൂടെ ഇവർ പുറത്ത് ഏതോ ഒരു പറമ്പിൽ പണിയെടുക്കാൻ പോണ സമയത്ത് അവിടുന്ന് ചാടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. അത് ആരും കാണില്ല, മോഹൻലാൽ മാത്രം കാണും. മോഹൻലാലിനെ അയാളുടെ ആ രക്ഷപ്പെടാനുള്ള ശ്രമം പൊളിക്കുകയും ചെയ്യും. അപ്പോൾ ഇയാൾക്കത് മനസ്സിലാവും. ഇയാളൊരു പിക്കാക്സ് എറിഞ്ഞ് അത് കൂടെ തൂങ്ങി കെട്ടി ഒരു ചെറിയൊരു കുന്നിന്ന് താഴത്തേക്ക് ഊർന്നിറങ്ങി അങ്ങനെയൊക്കെ ചെയ്യാൻ വേണം. അപ്പോൾ മോഹൻലാൽ ആ പിക്കാക്സ് എറിഞ്ഞ് വീഴ്ത്തും. അപ്പോൾ ഇയാൾ താഴെ വീഴും, ഇയാൾക്ക് അപകടമൊക്കെ പറ്റും. പിന്നീട് അടുത്ത ദിവസമോ മറ്റോ ഇവരിങ്ങനെ വെച്ച് കാണുമ്പോൾ അയാൾ മോഹൻലാലിൻ്റെ അടുത്ത് ചോദിക്കും, ഞാൻ ആ പിക്കാക്സിൽ തൂങ്ങി ഇറങ്ങി രക്ഷപ്പെടേണ്ടതായിരുന്നു, എനിക്ക് പറ്റിയില്ല. ഞാൻ ഈ തൂങ്ങിക്കിടക്കുമ്പോൾ ആ പിക്കാക്സ് പൊട്ടി വീണതല്ല, എനിക്ക് ഉറപ്പാണ്. അതിൽ വേറെന്തോ ഒരു വന്ന് വീണ് ഇടിക്കുന്ന ശബ്ദം ഞാൻ കേട്ടു, അത് നീ ചെയ്തതല്ലേ ചോദിക്കും. മോഹൻലാൽ ഞാൻ ചെയ്തത് തന്നെയാണ്, അപ്പോൾ നിനക്ക് പൈസ കിട്ടില്ല എന്നുള്ളതുകൊണ്ടാണല്ലോ നീ ചെയ്യാഞ്ഞോ. അത് മാത്രമല്ല, അതൊരു കാരണമാണ്, യെസ് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. രണ്ടാമത്തെ കാരണം, അഥവാ നീ പിടിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നുവെങ്കിൽ, നീ ഒരു പ്ലാനും ഇല്ലാതെ അവിടെ രക്ഷപ്പെടാൻ പറ്റില്ല. നീ പിടിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവർ സെക്യൂരിറ്റി ഇൻക്രീസ് ചെയ്തിട്ട് പിന്നെ ഞാൻ വിചാരിച്ച പോലെ ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പോൾ നീ ചെയ്തത് ഭയങ്കര ബ്ലണ്ടറാണ്, ഞാനത് ആ പ്ലാൻ പ്രൊട്ടക്ട് ചെയ്തതാണ് പറയും. അപ്പോൾ ഇയാളാണെങ്കിൽ ഐ ലൈക്ക് യു മോർ, നീ ഭയങ്കര ഓണസ്റ്റാണ് എന്നൊക്കെ പറഞ്ഞ് അയാൾ നോ ഒഫൻസ് എന്നുള്ള പോലെ ആയിട്ട് അയാൾ ഇവർ രണ്ടുപേരും അങ്ങനെ ഇരിക്കും.
അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇയാൾ മോഹൻലാൽ റിലീസ് ആവുകയാണ്. അതിനുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ആ സെറ്റിംഗ് മനസ്സിലായല്ലോ. അതുകൊണ്ടാണ് ഇയാളിപ്പോൾ 5-8 മാസം കഴിഞ്ഞ് തിരിച്ചു വന്നിരിക്കുന്നത്. ഇയാളിപ്പോൾ 5-8 മാസം കഴിഞ്ഞ് എങ്ങനെ തിരിച്ചു വന്നത്? എന്തോ ഒരു പെട്ടിക്രമം, ഏതൊരു പോലീസുകാരനെ തല്ലി എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ഒരു റീസൺ വെച്ചിട്ടാണ് അയാൾ വീണ്ടും ജയിലിൽ കയറിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ 82 കോവളത്തിൽ. അപ്പോൾ മോഹൻലാൽ അവിടെ ഒരു റിച്ചായ ബിസിനസ്സുകാരനാണ്. ഒരു ചായക്കട, റിസോർട്ട് അല്ലെങ്കിൽ ഒരു കഫേ നടത്തുന്ന ഒരു മനുഷ്യൻ ബീച്ചിൽ. അയാൾക്ക് ആരുമില്ല. അയാളൊരു മിസ്റ്ററിയാണ്. അയാൾക്ക് ആരുമില്ല. എല്ലാ അവിടെയുള്ള ആൾക്കാർ മുഴുവൻ അയാളെ അങ്കിൾ എന്നാണ് വിളിക്കുന്നത്. അങ്കിൾ എന്നുള്ളത് ഒരു റെസ്പെക്റ്റോടുകൂടി അങ്കിൾ എന്ന് വിളിക്കാം. മോഹൻലാലിന് ആ സമയത്ത് 28 വയസ്സേ ഉള്ളൂ ആ സിനിമ അഭിനയിക്കുമ്പോൾ. പക്ഷേ അയാളെ എല്ലാവരും അങ്കിൾ എന്നാണ്. അപ്പോൾ ഈ അങ്കിള് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ ബിസിനസ് ബ്ലാക്ക് മാർക്കറ്റിൽ ഫോറിൻ സാധനങ്ങൾ, അതായത് ഈ കസ്റ്റംസ് ഡ്യൂട്ടി കൊടുക്കാതെ സ്മഗിൾ ചെയ്ത് കൊണ്ടുവന്നിട്ട് VCR ഒക്കെ അന്ന് VCR ആണല്ലോ. VCR, കണ്ണട, വാച്ച് ഇങ്ങനത്തെ ഫോറിൻ ഗുഡ്സൊക്കെ പൈസയുള്ള ആൾക്കാർക്ക് ഇയാളിങ്ങനെ കസ്റ്റംസ് ഡ്യൂട്ടി ഇല്ലാതെ വിൽക്കും. അതാണ് അയാളുടെ പ്രധാന പരിപാടി. പിന്നെ അയാൾ ഈ ചായക്കട നടത്തുന്നുണ്ട്. ഇങ്ങനെയൊക്കെ അയാൾ പക്ഷെ നല്ല പൈസ ഉണ്ടാക്കിയിട്ട് നമ്മുടെയുള്ളവരുടെ സംഭാഷണത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മുടെ മണിയമ്പിള്ള രാജുവും അശോകനും ഒക്കെ ചെറിയ തട്ടിപ്പ് പരിപാടികളൊക്കെ പോലത്തെ ഇങ്ങനെ ടൂറിസ്റ്റ് ട്രാപ്പുകളൊക്കെ നടത്തി ജീവിക്കുകയാണ്. അതിൻ്റെ കൂടെ അവർ കുറച്ച് പൈസ ഉണ്ടാക്കാൻ വേണ്ടി മയക്കുമരുന്ന് ചെറിയ തോതിൽ വിൽക്കുന്നുണ്ട്. ടൂറിസ്റ്റുകൾക്കാണ് വെക്കുന്നത്. ഇങ്ങനെ ഒരു ദിവസം ഈ പൊറിഞ്ചു കാന്തി എന്ന് പറയുന്ന, പൊറിഞ്ചു കാന്തി എന്നാണ് മണിയമ്പിള്ള രാജുവിൻ്റെ അശോകൻ്റെ പേര്. അപ്പോൾ അവർ ഈ ബീച്ചിൽ കൂടെ നടക്കുമ്പോൾ ആ ബീച്ചിൽ ടൂറിസ്റ്റുകളുടെ കൂട്ടത്തിൽ ഈ ഫാബിയനും ഗേൾ ഫ്രണ്ടും വന്നിട്ട് ഇങ്ങനെ ബീച്ചിൽ ആർമാദിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇവരവിടെ പോയിട്ട് ഇയാളെന്തോ നല്ല പൈസ ഉള്ള ആളാണെന്ന് തോന്നുന്നു മുട്ടി നോക്കും. ഈ ഫാബിയൻ്റെ അടുത്ത് പോയി മുട്ടി നോക്കുമ്പോൾ ഈ വൈറ്റ് പൗഡർ വേണോ വരുമ്പോൾ അയാൾ പറയും എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, ബട്ട് നമ്മളിപ്പോൾ 100 ഗ്രാം കൊണ്ടുപോയാലും 1 കിലോ കൊണ്ടുപോയാലും റിസ്ക് സെയിമാണ്. അപ്പം ഞാൻ കിലോയിലെ ഡീൽ ചെയ്യും, നിങ്ങൾക്ക് കിലോയിൽ സപ്ലൈ ചെയ്യാൻ പറ്റുമായിരുന്നു. ഇവന്മാരടുത്ത് ഇല്ല, ഇവർ ദരിദ്രങ്ങളാണ്. ഇവരിങ്ങനെ മുറി ഇംഗ്ലീഷൊക്കെ സംസാരിച്ച് പോകണം. 4-5 കിലോ വേണമെങ്കിൽ ഇവരാദ്യം 4-5 കിലോ മേടിക്കണ്ടേ. അപ്പോൾ അതിന് ഇവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. ഇവരടുത്ത് പൈസ ഇല്ല. അപ്പോൾ ഇവർ മോഹൻലാലിൻ്റെ അടുത്ത് പോയിട്ട് കടം ചോദിക്കും. അപ്പോൾ മോഹൻലാൽ പറഞ്ഞു ഞാൻ പൈസ തരാം. പക്ഷേ ഇവർ പാവങ്ങളല്ലേ, രക്ഷപ്പെട്ടോട്ടെ വട്ടം. മോഹൻലാലിൻ്റെ അടുത്ത് പൈസ ഉണ്ടേലും ഞാൻ പൈസ തരാം, പക്ഷേ നിങ്ങൾ ഇതോടുകൂടി ഈ പരിപാടി നിർത്തണം, ഈ ബിസിനസ് നന്നല്ല, നർക്കോട്ടിക്സ് ഈസ് എ ഡേർട്ടി ബിസിനസ് എന്നുള്ളത് ആ ഡയലോഗ് ഇല്ലെങ്കിലും അന്ന് മുതലേ ഉണ്ട്. ഇവർ നേരെ ഗോവയിട്ട് പോയി സാധനം മേടിച്ച് എങ്ങനെയൊക്കെയോ വളരെ പേടിച്ചിട്ടാണ് ഇവരത് കിട്ടിയ ഉടനെ മോഹൻലാലിൻ്റെ അടുത്തേക്ക് തന്നെ വരും. എന്നിട്ട് പറയും ഞങ്ങൾ സാധനം കിട്ടിയിട്ടുണ്ട്, അവനെ പോയി മീറ്റ് ചെയ്തിട്ട് അത് കൊടുക്കണം എന്നുള്ളതാണ് ഇപ്പോൾ അടുത്ത പരിപാടി. ഇവർ ഈ ഡീലിന് പോകും. ഇവർ ഈ ഡീലിന് പോയിട്ട് ഈ സാധനം കൊടുത്തിട്ട് അതിൽ പൈസ കൊടുക്കും. ഇവർ എത്രയും പറഞ്ഞ 5 ലക്ഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുക്കും. കൊടുത്ത ഉടനെ ഡീല് കഴിഞ്ഞു ഒരു കയ്യൊക്കെ കൊടുത്തിട്ട് ഇയാൾ നേരെ തോക്കെടുക്കും, പൈസ തിരിച്ചു തരാൻ പറയും. അതിൽ കൂടായി പണി ചതിച്ചു. അപ്പോൾ അതിൻ്റെ ഇടയിൽ അശോകനെ ഓടും. അശോകനോട് ഇയാൾ വെടിവെച്ച് കൊല്ലും അശോകനെ. മണിയമ്പിള്ള രാജു പക്ഷേ എങ്ങനെയോ രക്ഷപ്പെടും. ഈ ബഹളത്തിൽ മണിയമ്പിള്ള രാജു ഓടിപ്പോകും. അതിനിടയിൽ രാത്രി നോക്കുമ്പോൾ ഈ മോഹൻലാൽ ഈ സ്മഗിൾഡ് ഗുഡ്സൊക്കെ വെക്കുന്ന ഒരു സ്ഥലം കാണിക്കുന്നുണ്ടായിരുന്നു. അവിടെ വെച്ചിട്ടാണ് ഇയാൾ സാധനങ്ങൾ വിൽക്കുക. അവിടെ ഒരു സേഫിലാണ് ഇയാൾ ഇങ്ങനെ കിട്ടുന്ന പൈസയൊക്കെ സൂക്ഷിച്ച് വെച്ചിരിക്കണം. ബാങ്കിലൊന്നും ഇടുന്നില്ല, ബാങ്കിലാഞ്ഞിട്ടാണോ എന്താണെന്ന് അറിയില്ല. അതിലാണ് ഇയാളുടെ ക്യാഷും ഗോൾഡൊക്കെ ആയിട്ട് ഇയാളിങ്ങനെ ഈ ലോക്കറിൽ വെച്ചിരിക്കുക. ഈ ഫാബിയൻ്റെ ഗേൾ ഫ്രണ്ട് രാത്രി വന്നിട്ട് അവിടെ കാവലിനൊരു പയ്യനെ എടുത്തിട്ടുണ്ട്. അവൻ്റെ തലക്ക് അടിച്ച് വീഴ്ത്തിയിട്ട് ഇവൾ നേരെ എന്തോ ഒരു ലോക്ക് കട്ടറും ഒക്കെ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കയറി ഈ പൈസ മുഴുവൻ മോഷ്ടിച്ച് ബാഗിലാണ്. അത് വേറൊരുത്തൻ ഈ ഒരു വെള്ളക്കാരൻ അവിടെ വന്നിട്ട് എന്തോ വിൽക്കാനുള്ള വ്യാജേന വന്നിട്ട് അതൊക്കെ കണ്ട് മനസ്സിലാക്കുന്നതിന് മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ചെറിയ സീനാണ്. അപ്പോൾ ഇവളിത് മുഴുവൻ മോഷ്ടിക്കും. അപ്പോൾ ഇയാളുടെ പൈസ എടുക്കും ഇവർ. അവരെന്നിട്ട് ഈ പൈസ എഴുതി ഈ പെണ്ണ് തിരിച്ചു പോകുമ്പോഴേക്കും ഫാബിയൻ വരും. നമുക്കിത് പാക്ക് ചെയ്തിട്ട് പോവാം, നമുക്കൊരു ലെറ്റ്സ് ഗോ എന്നൊക്കെ പറയുമ്പോൾ അവനാണെങ്കിൽ ഇവളും ചതിക്കും. എന്നെ ഞാൻ കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചില്ല, ബാഗ് എടുത്താവട്ടെ. അയാൾ ആ ക്യാഷ് മേടിച്ച് അവളെ അവിടെ തല്ലി കെട്ടിയിട്ട് അവിടെ തന്നെ കെട്ടിയിടും. ഇല്ല, മോഹൻലാലിൻ്റെ അടുത്ത് കാണണമെന്ന് ഈ മണിയമ്പിള്ള രാജുവും മറ്റേ അശോകനും ചോദിക്കുമ്പോൾ അങ്കിളും കൂടി വാ എന്ന് പറയുമ്പോൾ ഇല്ല അവൻ എന്നെ കാണണ്ട എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഇവർ തമ്മിൽ പരസ്പരം കണ്ടിട്ടില്ല. പക്ഷെ മോഹൻലാലിന് ഇയാൾ ആരാണെന്ന് അറിയാം. ഇയാൾ അവരായിട്ട് ഡീൽ ചെയ്യുന്നത് മോഹൻലാൽ കണ്ടിട്ടുണ്ട് തോന്നുന്നു. മോഹൻലാലും പിന്നെ ഈ പയ്യൻ തലയ്ക്ക് അടി കൊണ്ട് വീണ പയ്യനുണ്ട്, അവൻ മരിച്ചിട്ടൊന്നുമില്ല. അവൻ നേരെ പോയിട്ട് മോഹൻലാൽ അടുത്ത് ആ പെണ്ണുമ്പിള്ള വന്ന് എല്ലാം എടുത്തു എന്നൊക്കെ പറയും. മോഹൻലാലും ഓടി വന്ന് നോക്കുമ്പോൾ ആസ്ത്രി അവിടെ തന്നെ കെട്ടിയിട്ടുണ്ട്. പക്ഷെ അവിടുത്തെ സാധനങ്ങളൊക്കെ പോയിരിക്കും. അപ്പോൾ ഇയാൾ പിന്നെ അവളെ പിടിച്ച് അവിടെ അടിച്ച് അവിടെ കിട്ടിട്ട് എവിടെ ഇടിയാവൻ എന്നൊക്കെ ചോദിക്കും. ഇംഗ്ലീഷിലൊക്കെ ചോദിക്കുമ്പോൾ അവൾ ഐ ഡോണ്ട് നോ എന്നൊക്കെ പറയും. പിന്നെ കുറച്ച് 2 തല്ലുമ്പോൾ നോക്കുമ്പോൾ അത് മലയാളി അല്ല, മലയാളം പറയുന്നുണ്ട്. അപ്പോൾ എന്തോ മിക്സ്ഡ് റേസ് ഒക്കെയാണ്. അമ്മ മഹാരാഷ്ട്രീയൻ, അച്ഛൻ ഇംഗ്ലീഷുകാരനോ അങ്ങനെ സംതിങ് മതി. അപ്പോൾ ആ സ്ത്രീയെ അവിടെ തല്ലിയിട്ട് ആ സ്ത്രീ അടുത്ത് പറയുമ്പോൾ ആ സ്ത്രീ ഇവരെ വാൺ ചെയ്യുക.
മണിയമ്പിള്ള രാജു ഉണ്ട് മോഹൻലാലിൻ്റെ കൂടെ. അപ്പോൾ എന്നിട്ട് പറയും, നിങ്ങൾ അവൻ എവിടെ പോയിട്ടാ പറയാൻ പറ്റുക, അവൻ എവിടെ ഉണക്കും, അവൻ ബൈക്ക് ഉണ്ടെങ്കിൽ അവൻ ലോകം മുഴുവൻ ഉണ്ടാവും, ചിലപ്പോൾ അവൻ ഇന്ത്യനെ കടന്നു പോയിട്ടുണ്ടാവും, നിങ്ങൾക്ക് അവനെ ഇനി കിട്ടില്ല, അവൻ്റെ പിന്നാലെ പോവാതിരിക്കുക എന്നല്ല, അവൻ സൈക്കോ ആണെന്നൊക്കെ പറയും. പിന്നെ മണിയമ്പിള്ള രാജു ഇങ്ങനെ പോണ് കാണിക്കുക, അയാൾ ഒരു ഭാഗത്ത് കൂടെ അങ്ങനെ പോകുമ്പോൾ ഇവൻ്റെ വണ്ടി കാണുന്ന പോലെ, വണ്ടിയുടെ ബൈക്കൊക്കെ കാണുന്ന പോലെ നോക്കുമ്പോഴേക്കും അവൻ പിന്നിൽ കൂടെ വന്ന് മണിയമ്പിള്ള രാജുവിനെ കുത്തിക്കൊല്ലും. എന്നിട്ട് ആ ബോഡി കാറിൻ്റെ ഉള്ളിലിടും. മോഹൻലാലിൻ്റെ ടാക്സിയിലാണല്ലോ അയാൾ വന്നത്. എന്നിട്ട് അവൻ പോകും, ഫാബിയൻ പോകും. ഫാബിയനെ അറിയില്ല. പിന്നെ മോഹൻലാൽ നെക്സ്റ്റ് ഡേ കോവളത്ത് രാവിലെ ഇരിക്കുമ്പോഴേക്കും അങ്കിൾ അറിഞ്ഞില്ലേ വെച്ചാൽ അയാൾക്കൊരു ശിങ്കിടി ഉണ്ട്. അതിൽ വന്ന് പറയും പ്രശ്നമായി, പോലീസുകാർക്ക് ഈ മറ്റേ അശോകൻ്റെ ബോഡിയും കിട്ടി, ഇയാളുടെ ബോഡിയും കിട്ടി. അതാണ് ഇയാളുടെ കാറിൽ വെച്ചിട്ടാണ് കിട്ടിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഇയാൾക്കെതിരെയാണ് അന്വേഷണം വരിക. അപ്പോൾ അവിടെയുള്ള കടപ്പുറത്തുള്ള ഈ മണിയമ്പിള്ള രാജുവിൻ്റെ ഗേൾ ഫ്രണ്ട് ഷാരിയൊക്കെ ഉണ്ട്. അവർക്കുമൊക്കെ മോഹൻലാലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. എല്ലാവർക്കും ഇയാൾക്കെതിരെ ഒരു അങ്ങനെ മോഹൻലാൽ അറിയാതെ എങ്ങനെ അയാളുടെ കാറിൽ ബോഡി വരിക എന്നുള്ളത് ന്യായമായ സംശയം. പോലീസുകാരൊക്കെ വരുന്നു എന്നൊക്കെ അറിയുമ്പോഴേക്കും മോഹൻലാൽ നേരെ ഈ കലിപ്പിൽ ഇയാളുടെ ഗോഡൗണിക്ക് പോകും. ആസിൽ അവിടെ കെട്ടിയിട്ടിരിക്കുകയാണ്, റൂമിൽ അടച്ചിട്ടിരിക്കുകയാണ്. എന്നിട്ട് ഇയാൾ ആസിലെടുത്ത് പറയും, ഞാൻ എന്നെ എന്തായാലും കാണിച്ചു കൊടുക്കണില്ല, എന്നെ അവൻ ചതിച്ചതാണല്ലോ, എവിടേക്കാച്ചാൽ പോകാറ്, കുറേ പൈസയൊക്കെ കൊടുത്തിട്ട് ആസിലെടുത്ത് പോകാൻ പറയും. അപ്പോൾ ആസ് ഞാൻ എവിടേക്ക് പോകാനാണ്, എനിക്കിനി എവിടെ ഇല്ല, എനിക്ക് വീട്ടുകാരൊന്നും ഇല്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ വാതിലൊന്നും നടക്കുന്നത്, നീ എന്തോ ചെയ്തോ പോയിട്ട് മോഹൻലാൽ അവിടെ പോകും. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇയാൾ കുറച്ച് സമയം കഴിഞ്ഞ് തിരിച്ചു വന്ന് നോക്കുമ്പോഴേക്കും ആസി മയക്കുമരുന്ന് കഴിച്ച് സ്വയം മരിച്ചിട്ടുണ്ടാവും. ആസി ആത്മഹത്യ ചെയ്തു. ആസിക്ക് ലൈഫിൽ ഇനി പ്രസക്തി ഒന്നും ഇല്ല എന്നുള്ള അവസ്ഥയാവും. കാരണം ആ സ്ത്രീയും ഈ ക്രൈമിലൊക്കെ പങ്കാളിയാണെന്നുള്ള രീതിയിലാണല്ലോ കണക്കാക്കപ്പെടുക. അങ്ങനെയാണ് മോഹൻലാൽ 3 പേരെ കൊന്നു എന്ന് പറഞ്ഞിട്ട് ഇയാളെ ഇനീഷ്യലി ജയിലിലായത്. പക്ഷേ ഒന്നിനും തെളിവില്ലായിരുന്നു, സാഹചര്യ തെളിവുകൾ മാത്രമേ ഉള്ളതുകൊണ്ട് 7 years ആൾക്ക് ഇത് കിട്ടിയത്. അങ്ങനെ ഇയാൾക്ക് ഈ ഫാബിനെ ഒരിക്കലും കിട്ടില്ല വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇയാൾ പരോളിൽ ഇയാളുടെ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുന്നതിന് കൃത്യം 1 മാസമായിട്ട് ബാക്കിയുള്ളപ്പോൾ ഇയാളെ മുമ്പിൽ വെച്ച് കാണുന്നത്. അപ്പോൾ അയാളെ എന്തായാലും വിടാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് മോഹൻലാൽ തിരിച്ചു വന്നിരിക്കുന്നത് ജയിലിൽ. അങ്ങനെ ഗാന്ധി ജയന്തിയുടെ ദിവസമാണ്. ഇപ്പോൾ ഒക്ടോബർ അവിടെ ഫെസ്റ്റിവൽ നടക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ കൂടെ ഓടും. ഇപ്പോൾ മോഹൻലാൽ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അവിടെ ഒരു ലോറി ഉണ്ട്. ആ ലോറിയുടെ ആക്സിലിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഇങ്ങനെ പിടിച്ചു നിന്ന് വളരെ അതിസാഹസികമായിട്ട് അവിടുന്ന് ആ ലോറി പുറത്ത് വരും. ആ ലോറി ഓടിക്കുന്ന ആൾ അറിഞ്ഞിട്ടൊന്നുമില്ല. ലോറി റോട്ടിൽ കൂടെ വന്നിരിക്കെ മോഹൻലാലിൻ്റെ ശിങ്കിടി വന്ന് അതിനെ ക്രോസ് ചെയ്ത് നിർത്തും. എന്നിട്ട് അവരവിടെ വാക്ക് തർക്കം നടക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഇവരവിടുന്ന് റോൾ ചെയ്ത് പുറത്തിറങ്ങും 2 പേരും. എന്നിട്ട് ലോറി പോവും. ലോറി പോകുമ്പോഴേക്ക് ഇവർ വരും. ഇവർക്ക് ഡ്രസ്സ് മാറാനൊക്കെ ഇയാൾ കൊണ്ടുവന്നിട്ട് ഇയാൾ കൊണ്ടുവന്ന കാറിൽ തന്നെ ഈ ശിങ്കിടിയുടെ ഒപ്പം കയറി അവർ പോവും. പോണ വഴി ഇയാൾ ശിങ്കിടിയുടെ അടുത്ത് പൊക്കോളം പറയും. മോഹൻലാലും ഈ ഫാബിയനും മാത്രമേ ഉള്ളൂ. ഫാബിയൻ്റെ അടുത്ത് പോലെ പൈസ അവിടെ വെക്കുമ്പോൾ അയാൾ പറയും, ഞാനൊരു ഫോൺ ചെയ്യട്ടെ, അവൻ പൈസ കൊണ്ടുവരും പറയും. ഇയാൾ ഫോൺ ചെയ്തിട്ട് ഏതോർത്തും വന്ന് പൈസ കൊടുക്കും. അപ്പോൾ അയാൾ അത് 2 പേരും വീണ്ടും അത് മേടിച്ചിട്ട് വാനിൽ തന്നെ കയറി പോയിക്കൊണ്ടിരിക്കുമ്പോൾ മോഹൻലാൽ പറയും, നീ ഫുൾ എമൗണ്ട് ഉണ്ടോ എന്ന് എണ്ണി നോക്കുക ഫാബിയനോട്. മോഹൻലാൽ ഫാബിയന് മാത്രമേ ഉള്ളൂ വണ്ടിയിൽ. ഇവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്നിട്ട് മോഹൻലാൽ പറയും, ഫുൾ പൈസയുണ്ട്, ഓക്കെ അല്ലേ പറയുള്ളൂ ഇയാൾ എണ്ണി കഴിഞ്ഞിട്ട്. അപ്പോൾ മോഹൻലാൽ പറയും, നീ അത് എനിക്ക് എന്നോട് ഒരു കാര്യത്തിൽ നന്ദി പറയാനുണ്ട്. നീ എൻ്റെ അടുത്ത് നിന്ന് കട്ട പൈസ മുഴുവൻ പലിശ ചേർത്തിട്ടാണ് നീ എനിക്കിപ്പോൾ തിരിച്ചു തരാൻ പോവുകയാണല്ലോ, അത് ഐ ഡോണ്ട് ഗെറ്റ് യു, എനിക്ക് മനസ്സിലായില്ല എന്ന് പറയും. അപ്പോൾ അയാൾ, നിനക്ക് ഒരു മെർലിൻ പറഞ്ഞൊരു പെണ്ണിനെ ഓർമ്മയുണ്ട്, നീ പണ്ട് കോവളത്ത് വെച്ചിട്ട് എൻ്റെ ഗേൾ ഫ്രണ്ടായിട്ട് കൊണ്ട് നമുക്ക് കൊന്നു കളഞ്ഞ ഒരുത്തി, അവളും പിന്നെ പൊറിഞ്ചു കാന്തി എന്ന് പറഞ്ഞിട്ട് 2 പേരില്ലേ, അവരുടെയൊക്കെ മരണം കാരണമാണ് എൻ്റെ 5 കൊല്ലം പോയത്. ഇപ്പം എനിക്കതിനുള്ള ഇത് തിരിച്ച് കിട്ടുകയാണ്. എനിക്ക് പക്ഷെ എന്നെ മാത്രമാണ് വേണ്ടത്. അപ്പം നോക്കുമ്പോൾ ഉണ്ട് അയാൾ, ഓ അത് ശരി, ഞാൻ ഓൾറെഡി നിനക്ക് പൈസ തരാൻ വേണ്ടിയിട്ടാണ് ഇത് എടുത്തതെന്നാണോ നീ വിചാരിച്ചത്? ഈ ബാഗിലുള്ള എന്താണെന്ന് നമുക്ക് അറിയുമായിരുന്നു. അതിലുണ്ട് തോക്കുണ്ട്, ക്യാഷും ഉണ്ട്, തോക്കും ഉണ്ട്. അപ്പോൾ ഓൾറെഡി ഞാൻ എന്നെ അവിടുന്ന് ഇറക്കി വിട്ടിട്ട് ഈ വാൻ എടുത്തിട്ട് പോകാനുള്ള പ്ലാനായിരുന്നു, വാനും ക്യാഷുമായിട്ട്. പക്ഷേ നീ നിനക്കിങ്ങനെ ഒരു പാസ്റ്റ് ഉണ്ടെന്ന് അറിഞ്ഞോടുകൂടി ഇനി എന്നെ ജീവനോടെ വിട്ടാൽ എനിക്ക് പ്രശ്നമാവും. സോ പ്രയ മോഹൻലാൽ കയറി പിടിക്കും, സംഘടന നടക്കും, രണ്ടിലൊക്കെ ഉരുളുവും. പിന്നെ ഇയാൾ കുറച്ച് അവിടുന്ന് വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങും, ഓടും, മറിയും. മോഹൻലാൽ ഇയാളെ പിന്നെ ഒരു വള്ളി കഴുത്തിലിട്ട് മുക്കി കൊല്ലും. എന്നിട്ട് ഇയാൾ ആ പൈസ അവിടെ കൊടുത്തു. പിന്നെ ഇയാളുടെ നരേഷനാണ്. ഇയാൾ ആ പൈസ കൊടുത്തു തോന്നുന്നു. അതെന്തോ അയാളിങ്ങനെ പറയുന്നുണ്ട്, ഞാൻ ആ പൈസ കൊടുത്തു, അങ്ങനെ സാധിച്ചു, സമാധാനമായി. ഇനി ഞാൻ വീണ്ടും ഈ ഫ്രീ ആയിട്ടുള്ള സ്വതന്ത്ര ലോകം മിസ് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ വീണ്ടും ജയിലിൽ തന്നെ തിരിച്ചു പോവുകയാണ് ഈ വണ്ടി എടുത്തിട്ടാണ്. അപ്പോൾ അവിടെ പോലീസുകാർ മുഴുവൻ ഭയങ്കര ടെൻഷനായിട്ട് നിൽക്കുക, തടവ് ചാടിപ്പോയി എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാളവിടെ വന്നിട്ട് ഇറങ്ങുമ്പോഴേക്കും എല്ലാവരും തോക്കൊക്കെ ചൊല്ലും. അപ്പോൾ അവിടെ കൂടെ ഉണ്ടായിരുന്നോ അവനവിടെ വരും, കൂടെ ഉണ്ട്, കാണിച്ചു തരാൻ പോയി. എന്നിട്ട് അയാൾ നേരെ വന്നിട്ട് വാൻ തുറക്കുമ്പോൾ അയാളുടെ ബോഡി ഇങ്ങനെ കിടക്കുന്നുണ്ട്.
തൊട്ടാൽ മോഹൻലാൽ വളരെ ഇങ്ങനെ സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ട് ഇങ്ങനെ പുഞ്ചിരിച്ചിട്ടാണ് സിനിമ എൻഡ് ചെയ്യുന്നത്. അത് ഭയങ്കര ഒരു നല്ല ഫ്രെയിം. അത് പലരും യൂസ് ചെയ്യാറുണ്ട് മീമായിട്ടൊക്കെ ഇങ്ങനെ ഒരു ചിരിച്ച് അങ്ങനെയാണ് പറയും.